അടുത്തത് നമ്മളോട് സംസാരിക്കുന്നത് പ്രസിദ്ധ ചലച്ചിത്ര സംവിധായകനും മുൻ MLA ഒക്കെ ആയിരുന്ന PT കുഞ്ഞുമാണ്. ഒരറിയിപ്പുണ്ട്, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളൊരു 6:15 കൂടി ഇത് വൈൻഡപ്പ് ചെയ്യുകയും അതിനുശേഷം ഒരു പ്രതിഷേധ ജ്വാല എന്ന രീതിയിൽ നമ്മളിവിടെ കാതുവീട് മുന്നിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതുകൂടി കഴിഞ്ഞിട്ടേ പോകാവൂ. സമയം നമുക്കിത് 6:15 കൂടി വൈൻഡപ്പ് ചെയ്യാം. PTA സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയും ഇവിടെ ചരിത്രമോ പഴയ കഥകളോ അല്ലെങ്കിൽ മതേതരമായിട്ടുള്ള പോരാട്ടങ്ങളോ ഒന്നും ഉണ്ടാകരുത് എന്നുള്ളതിൻ്റെ ഒരു നിശ്ചയദാർഢ്യം വളരെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടെന്നായിരിക്കും. 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് വാര്യംകുന്നം കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ചുള്ള ഒരു സിനിമ ഇവിടെ ആലോചനയിൽ വന്നു. അത് ആലോചനയിൽ വരുമ്പോൾ തന്നെ അതിശക്തമായ പ്രതിഷേധവും മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ ഇവിടുത്തെ സംഘപരിവാറും സംഘവും ഉയർത്തുന്നതാണ് കണ്ടത്. വാര്യംകുന്നൻ ദീർഘകാലമായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു വിഷയമായിരുന്നു. ആഷിഖ് അബു അനൗൺസ് ചെയ്തപ്പോൾ ഞാനും ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ആലോചനകളും ഇതൊക്കെ നടത്തിയതായിരുന്നു. ഞാനും തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് ആരംഭിച്ചതായിരുന്നു. ഒരു വർഷമെടുത്തിട്ടാണ് ഞാൻ ആ തിരക്കഥ പൂർത്തിയാക്കിയത്. നമ്മൾ വാര്യംകുന്നനെ എങ്ങനെ ആലോചിച്ച് നോക്കിയാലും കടുത്ത ദേശസ്നേഹി എന്നാണ് K. മാധവൻ നായർ പറഞ്ഞത്. ഒരു കാലത്ത് എന്തെല്ലാം തരത്തിലുള്ള എതിരഭിപ്രായങ്ങളുണ്ടായാലും ഈ മനുഷ്യൻ കടുത്ത രാജ്യസ്നേഹിയായിരുന്നു എന്ന് ബോധ്യപ്പെടും എന്ന് K. മാധവൻ നായർ തൻ്റെ മലബാർ കലാപത്തിൽ എഴുതിയത്. അത്രയും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു പോരാളിയെക്കുറിച്ചുള്ള ഒരു ചിത്രം പോലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാടുണ്ടായിരുന്നു. ഷൂട്ടിംഗ് നിർത്തിവെക്കും, പലരും പിന്മാറി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പിന്മാറുന്ന പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായതുകൊണ്ട് അതിനെ നേരിടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. ഇപ്പോഴും അതുതന്നെ ഞാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാനൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ആരംഭിക്കുന്നത്. കുറേ പണിയെടുത്തു. ആര്യൻ എന്ന ഒരു തെന്നിന്ത്യൻ നടൻ, തമിഴിൽ വളരെ പ്രസിദ്ധനായിരുന്ന നടൻ, അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടു. വാര്യംകുന്നൻ്റെ കഥാപാത്രമായിട്ട് അദ്ദേഹം ചെയ്യാമെന്നും എന്നോട് പറഞ്ഞു. ഒക്കെ പറഞ്ഞു. ഡേറ്റൊക്കെ ഏതാണ്ട് ശരിയായിട്ട് വന്നു. കേരളത്തിലെ ഒരു നമ്പർ 1 വലിയ പ്രൊഡ്യൂസർ ആ സിനിമയ്ക്ക് തയ്യാറായിട്ട് വന്നു. ഞാൻ അദ്ദേഹവുമായി പോയി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അടുത്ത് നിന്നിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കഥകളൊക്കെ ചെറിയ ചെറിയ സിറ്റുവേഷൻസൊക്കെ പറഞ്ഞു. ഈ സിറ്റുവേഷൻസൊക്കെ പറഞ്ഞ് വളരെ സ്നേഹപൂർവ്വം ഷെയ്ഖിൻ്റെ അടുത്തൊക്കെ പിരിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം അദ്ദേഹം എന്നെ വിളിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ആ പടം ഒഴിച്ച് വീട്ടിൽ ഒന്ന് ആലോചിക്കും. എന്ന് ചോദിച്ചാൽ അതെന്താ നിങ്ങളങ്ങനെ പറയുമെന്ന് വെച്ച്, അല്ല ഞാനത് പല ആളുകളോടും ചോദിച്ചു, അത് എൻ്റെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുത്തും എന്നാണ് അവരൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നരുത്, എനിക്കത് ബുദ്ധിമുട്ടുണ്ട്. ഇത് എന്നോട് മാത്രമല്ല, ആഷിഖ് അബുവിനോടും അത് തന്നെയാണ്. ഇത് ഒരു എന്താ പറയുക, അന്തർലീനമായി കിടക്കുന്ന ഒരു കറണ്ടാണ് കേരളത്തിൽ പോലും എന്നുള്ളതാണ്. കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ആശയത്തിന്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. നിരവധി ചരിത്രങ്ങൾ, നമ്മൾക്കറിയാത്ത ചരിത്രങ്ങൾ, എത്രയോ ചരിത്രങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. ഒളിച്ചു വെക്കപ്പെട്ട, ബ്രിട്ടീഷുകാർ ഒളിച്ചു വെക്കപ്പെട്ട, നമ്മളുടെ മുഖ്യധാര ചരിത്രകാരന്മാർ ഒളിച്ചു വെക്കപ്പെട്ട നിരവധി ചരിത്ര സന്ധികൾ അല്ലെങ്കിൽ ചരിത്ര പാഠങ്ങൾ നമ്മളെ മുന്നിലേക്ക് വരുന്നതാണ്. മമ്പറം ബീവിയെ പോലുള്ള അപൂർവമായിട്ടുള്ള ആളുകൾ, നമ്മളൊരു സ്ത്രീ ഇവിടെ നമുക്ക് സ്ത്രീകൾക്കൊന്നും പോരാട്ടത്തിലില്ല എന്ന് പറയുന്നവരാണ്. മമ്പറം ബീവി കനോലി സാഹിബിൻ്റെ കൊലപാതകത്തിലെ 2ാം പ്രതിയാണെന്ന് നമുക്കറിയില്ല. 2ാം പ്രതി ഒരു സ്ത്രീയായിരുന്നു.
ആ സ്ത്രീയെ 1855 കനോലി സാഹിബ് കൊല ചെയ്യപ്പെടുന്നത്. മമ്പറം ഫസൽ പൂക്കോയ തങ്ങളെ നാട് കടത്തിയതിനുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നത്തിലാണ് കനോലി സാഹിബ് കൊല ചെയ്യപ്പെടുന്നത്. 1855 വെസ്റ്റിൽ വെച്ചിട്ട് കനോലി സാഹിബ് കൊല ചെയ്യപ്പെടുകയാണ്. ആ കൊലയുടെ പിന്നിൽ ഈ സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൂഢാലോചനയുടെ 2ാം പ്രതിയാക്കിയത്. പൂർണ്ണ ഗർഭിണിയായിരുന്ന അവരെ അറസ്റ്റ് ചെയ്ത് നെല്ലൂർ ജയിലിലേക്ക്, നെല്ലൂർ ജയിലിലേക്ക് കൊണ്ടുപോയി. ഭീകരമായ പീഡനമാണ്. അന്ന് സ്ത്രീ പോലീസൊന്നുമില്ല, ഭീകരമായ പീഡനമാണ് അവർ ഏറ്റുവാങ്ങിയത്. അവിടെ ഒരു വിധേന എത്തിപ്പെട്ട ഈ സ്ത്രീ അവിടെ വെച്ച് പ്രസവിച്ചു എന്നാണ് കഥ. പ്രസവിച്ചതിന് ശേഷം ഇവരുടെ ഹിസ്റ്ററി ഇല്ല, ഡോക്യുമെൻറ്റ്സിലൊന്നും ഇവർ കാണില്ല. അത് നെല്ലൂർ ജയിലിൽ പോയി ഒരു പത്രപ്രവർത്തകൻ അന്വേഷിച്ച് എഴുതിയ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ പുതിയ കഥകൾ, ചരിത്രങ്ങളൊക്കെ കേരളത്തിലേക്ക് വരുമ്പോൾ പുതിയ ഒരു ലോകം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ തന്നെ അപകടകരമായിട്ടുള്ളതാണ്. ആർക്കും രക്ഷയില്ല. നിങ്ങൾ വിചാരിക്കുന്ന ഒരു മന്ത്രിക്കും രക്ഷയില്ല, ഒരു ജഡ്ജിക്കും രക്ഷയില്ല. അവരുടെ ഏറ്റവും പ്രിയങ്കരനായുള്ള ഒരാളാണ് മോഹൻലാൽ. എനിക്കറിയാം, ഞാൻ മോഹൻലാലും കൂടി സിനിമ ചെയ്തുള്ള ആളാണ്. മോഹൻലാലിനെ പോലും രക്ഷയില്ലാത്ത രീതിയിൽ ഗോകുലം ഗോപാലേട്ടനൊക്കെ ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നത്. ഇന്ന് കേരളത്തിലെ പ്രൊഡ്യൂസർമാരിൽ വമ്പൻ പ്രൊഡ്യൂസർ ആരാണെന്ന് ചോദിച്ചാൽ ഗോകുലം ഗോപാൽ. ആ ഗോകുലം ഗോപാലിനെ പോലുള്ള ഒരാളെ നിശബ്ദനാക്കുകയും ഭീതിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് മലയാളം ഇൻഡസ്ട്രിയിൽ ഭീകരമായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം. ഒരു തരത്തിലുള്ള ഇതുകളും ആവിഷ്കാരവും അല്ലെങ്കിൽ ഒരു സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പണം മുടക്കുള്ള ഒരു വലിയ സംഭവമാണ്. വെറുതെ ഒരു ചെറിയ കാര്യം പോലും എഴുതി വെക്കാൻ സുഖമാണ്, എഴുതുന്നവർക്കൊക്കെ എഴുതി വെക്കാൻ സുഖമാണ്. പക്ഷെ അതിന് ചെലവ് വരുന്ന ചെലവ് എത്രയാണ്? ഞാൻ മുഹമ്മദ് റഹ്മാനെ കുറിച്ചിട്ട് വീരപുത്രൻ്റെ സിനിമ എടുത്തപ്പോൾ മുഹമ്മദ് റഹ്മാൻ മിഠായി തെരുവിലൂടെ അർദ്ധരാത്രിയിൽ നടക്കുന്നു. കാലം 1921. ഒറ്റ സ്റ്റേറ്റ്മെൻ്റാണ്, ഒരു പ്രശ്നമില്ല, വളരെ സുഖമായിട്ട് എഴുതാൻ പറ്റി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് 1921 മിഠായി തെരുവ് ഞാൻ സെറ്റിട്ടണം. ആ 21 സെറ്റിടാൻ 30 ലക്ഷം രൂപയാണ് ആർട്ട് ഡയറക്ടർ പറഞ്ഞത്. ആ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടേക്ക് 100 കണക്കിന് ആളുകൾ അങ്ങാടി കൂടി നടക്കുന്നതും കുതിര പോകുന്നതും വണ്ടി അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് വേണം. 40 ലക്ഷം രൂപയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ പിന്നീട് ആ വീതി ഇയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ടായി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ ചെലവുള്ള ഒരു മീഡിയയാണ് സിനിമ. അത്തരത്തിലുള്ള മീഡിയയിലേക്ക് വരുന്ന ആളുകളെ ഭയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. വളരെ ഇപ്പോൾ ആരെ വേണമെങ്കിൽ ഭയപ്പെടുത്താം. ആരെ വേണം, ഇപ്പോൾ മോഹൻലാലിനെ ഭയപ്പെടുത്താന്നുണ്ടെങ്കിൽ ആരെ ഭയപ്പെടുത്തിക്കൂടാത്തത്? മമ്മൂട്ടിയെ ഭയപ്പെടുത്തിയല്ലോ. മമ്മൂട്ടിയെ ഭയപ്പെടുത്തി. മമ്മൂട്ടി ഡിവൈഎഫ്ഐയുടെ ഒരു പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തതിന് അല്ലേ മമ്മൂട്ടിയെ ഭയപ്പെടുത്തി. എല്ലാവരും ഭയപ്പെടുത്തിയിട്ടുണ്ട്. ആരെയും ഭയപ്പെടുത്തും, ഏതൊരാളെയും ഭയപ്പെടുത്തുകയും ജയിലിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പൂർണ്ണ ഫാസിസ്റ്റ് ഭരണ സംവിധാനമാണ് ഇന്ത്യയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ഒത്തുതീർപ്പും ഇല്ലാത്ത തരത്തിൽ. ഇതാണ് ആധുനിക ഫാസിസം. എല്ലാത്തിൻ്റെയും വേരുകൾ അറുത്ത് മാറ്റി തങ്ങളുടേതായിട്ടുള്ള ആധിപത്യം നടത്തുന്ന ഏറ്റവും ഹീനമായ രാജ്യതന്ത്രമാണ് ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെങ്ങനെ നേരിടണം എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ പീഡനത്തിനിരയാകുന്നു എന്ന് പറയുന്നത് മുസ്ലിം സമുദായമാണ്. മുസ്ലിം സമുദായം അഡ്ജസ്റ്റ് ചെയ്യാൻ നിശ്ചല സമുദായമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ദീർഘകാലം അഡ്ജസ്റ്റ്മെൻറ്റ് മുസ്ലിം സമുദായം ഏത് കാലത്തും എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത സമുദായമാണ്. പോരാട്ടം ഉണ്ടായിട്ടുണ്ട്, പോരാടിയിട്ട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. 1857 ശിപ്പായി ലഹളയ്ക്ക് ശേഷം മുസ്ലിംസിന് ഇന്ത്യ ഭരിക്കാൻ അവസരം ഉണ്ടാകുകയില്ല എന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ടായപ്പോൾ അവരവരുടെ സർവ്വതര ആശയങ്ങളും മാറ്റി. അവർ മാറ്റി എന്ത് ചെയ്തു? അവർ പറഞ്ഞു ഇനി ഒരിക്കലും ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല. ഇന്ത്യ ഭരിക്കണമെങ്കിൽ, ഇന്ത്യയിൽ ഭരണം പങ്കിടണമെങ്കിൽ ബ്രിട്ടീഷുകാരുമായി സന്ധി ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സന്ധി ചെയ്തതാണ് സർ സെയ്ദ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന ആശയം ഇന്ത്യയിൽ ഉണ്ടാകുന്നത്.
അങ്ങനെ സന്ധി ചെയ്തുകൊണ്ടാണ് സർ സെയ്ദ് സ്കൂൾ ഓഫ് തോട്ട് ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് വരുന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് മുസ്ലിംസ് ഇംഗ്ലീഷ് പഠിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അത് എല്ലാ കാലത്തും കാണാം. ഇവിടൊക്കെ അത്തരത്തിലുള്ള ഇപ്പം തന്നെ എനിക്കറിയാവുന്ന, ഞാനിപ്പോൾ മുഴുവൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എത്രയോ എൻ്റെ ഉള്ളിൽ അബ്ദുൽ ഖാനും അറിയാം കുറേയൊക്കെ. അബ്ദുൽ ഖാരിക്ക് ഇതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളത്. വിവാഹങ്ങളിലൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്, പല വിവാഹങ്ങളിലും ഞാൻ വലിയ VIP വിവാഹങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് സംഘപരിവാറിൻ്റെ 2 ആൾ വിശിഷ്ടാതിഥികളായിട്ടുണ്ടാവും. വളരെ ഷുവറാണ്. വളരെ വേഗം സുഖമായിട്ട് ചെയ്യുന്നൊരു കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇത് കൂടെ അപ്പോൾ ഇവർ പോരാട്ടത്തിന് ഇറങ്ങുമെന്നുള്ളതല്ല, ഇന്ത്യൻ ജനത ഒന്നായിട്ട് ഇറങ്ങേണ്ട ഒരു കാലമാണ് ഇത് എന്നുള്ളതാണ്. അല്ലാതെ പലപ്പോഴും നമ്മൾ പറയുന്നത് മുസ്ലിംസിൻ്റെ അതല്ല. ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലെ ജനാധിപത്യത്തിലെ മുഴുവൻ വേറെ നിൽക്കുന്ന ഒരു പുതിയ രീതിയാണ്. കലയെ, കവിതയെ, ചിന്തയെ എല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള പോരാട്ടം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് എനിക്കൊരു രൂപമില്ലാത്ത ആളാണ്. ഇത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ ഉപകരിക്കുമെങ്കിൽ പോലും സിനിമയ്ക്ക് സിനിമ തന്നെയാണ് മറുപടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമയ്ക്ക് സിനിമയല്ലാതെ മറ്റൊന്നും മറുപടിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ സിനിമ ഉണ്ടാക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത്. വാര്യംകുന്നൻ സിനിമ എടുക്കാൻ ഒരു പ്രൊഡ്യൂസർ വന്നാൽ തീർച്ചയായിട്ടും ആ സിനിമ ഞാൻ ഉണ്ടാക്കും എന്നാണ് എനിക്കിവിടെ പ്രഖ്യാപിക്കാനുള്ളത്. യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ് ഞാൻ പോരാടാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രതിരോധങ്ങളിലും പങ്കാളിയാകാനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഏകദേശം 6:15 സമയത്തിന് മുമ്പ് നമുക്ക് തീർക്കണം എന്നുള്ളതുകൊണ്ട് ധാരാളം പേര് സംസാരിക്കാൻ ശേഷിയുള്ള ആളുകൾ, ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് നിലപാടുള്ള ആളുകളൊക്കെ തന്നെയുണ്ട്. ആത്മകഥ എന്ന വളരെ പ്രശസ്തമായ സിനിമയുടെ സംവിധായകൻ പ്രേംലാൽ 2 വാക്ക് സംസാരിക്കും. അതിനുശേഷം രാവുണ്ണിയേട്ടൻ ഒരു കവിത ആലപിച്ച് ഈ ഫംഗ്ഷൻ ഇവിടെ തൽക്കാലം അവസാനിക്കുകയും നമ്മൾ പുറത്തേക്ക് പ്രൊട്ടസ്റ്റ് പോവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് മുമ്പ് ഒരു 500 വർഷം മുൻപാണെന്ന് തോന്നുന്നുണ്ട് ഈ ജനാധിപത്യം എന്ന് പറയുന്നൊരു വാക്കൊക്കെ രൂപം കൊള്ളുന്നത്. ഏറെക്കുറെ അതേ കാലം തൊട്ട് തന്നെ ജനാധിപത്യം പലതരത്തിലുള്ള അതിൻ്റെ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ട്, വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. അതൊരു ഘട്ടത്തിലാണ്, അത് ഈ കലയും സംസ്കാരവും ഒക്കെ വികസിച്ച് വന്നൊരു കാലഘട്ടത്തിൽ അത്തരം പ്രതിസന്ധികളെല്ലാം തന്നെ കലയുടെ മേഖലയിലേക്കും കടന്നു വന്നതായിട്ടാണ് നമുക്ക് ചരിത്രം നോക്കിയാൽ കാണാൻ പറ്റുന്നത്. എനിക്ക് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ കോവിഡൊക്കെ ഇവിടെ വളരെ ശക്തമായ കാലത്ത് ക്ലബ് ഹൗസ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടായ സമയത്ത് അതിനകത്ത് മിക്കവാറും വൈകുന്നേരങ്ങളിലൊക്കെ ചർച്ചകൾ നടക്കുമ്പോൾ അതിനുള്ളിൽ ഈ സിനിമാ സംബന്ധിയായ ചർച്ചകളിലൊക്കെ സ്ഥിരം മിക്കവാറും ഒക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അന്ന് അക്കാലത്ത് BJPയിലുണ്ടായിരുന്ന സന്ദീപ് വാര്യർ, പുള്ളിയുമായിട്ട് ഇങ്ങനെ ഒരു വിഷയത്തിൻ്റെ വലിയ തർക്കമൊക്കെ ഉണ്ടായി. ഞാനും മഹേഷ് നാരായണനും സന്ദീപ് നാരായണനൊക്കെ ഉണ്ടായിരുന്നൊരു ചർച്ചയിൽ. അപ്പം അന്ന് സന്ദീപ് പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിൽ മാത്രമല്ല ഇവിടെ ഈ ഇത്തരത്തിലുള്ള സിനിമയെ സംബന്ധിച്ചിട്ടുള്ള നിരോധനങ്ങളും മറ്റ് നിയന്ത്രണങ്ങളും ഉള്ളത് മറ്റെല്ലായിടങ്ങളിലുമുണ്ട്. അമേരിക്കയിൽ പോലും അതുണ്ട്. എല്ലാ കാലത്തും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് കുബ്രിക്കിൻ്റെയൊക്കെ സിനിമകൾ മുൻനിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ചും ഫുൾ മെറ്റൽ ജാക്കറ്റ് പോലുള്ള സിനിമകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇതിനെതിർത്ത് സംസാരിച്ചൊരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പലപ്പോഴും പുള്ളി അങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന ഒരു കാര്യം മനസ്സിൽപ്പെട്ടതായിരുന്നു. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 1950കളിലാണ് ആദ്യമായിട്ടൊരു പക്ഷേ ഒരു സിനിമ നിരോധിക്കപ്പെടുന്നത്. ഇന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം ആ സിനിമ ഗോഡ്സെക്കുറിച്ചുള്ളതായിരുന്നു എന്നുള്ളതാണ്. ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാനായിട്ട് കാരണമായ അയാളുടെ മാനസികാവസ്ഥകളെക്കുറിച്ച് വളരെ വിശകലനം ചെയ്തു എന്നൊക്കെ അവകാശപ്പെടുന്ന തരത്തിൽ ഗോകുൽ ശങ്കർ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ് ആദ്യമായിട്ട് ഇവിടെ ആ അർത്ഥത്തിൽ ഒരു സർക്കാരിനാൽ നിരോധിക്കപ്പെടുന്നത്. പക്ഷേ എമ്പുരാനിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാ വിധത്തിലുള്ള നിരോധനങ്ങളും അത് കൃത്യമായും സർക്കാരിൻ്റെ ഇടപെടലുകളോട് കൂടി തന്നെ നിർവഹിക്കപ്പെട്ടപ്പോൾ എമ്പുരാൻ്റെ കാര്യത്തിൽ അതൊരു പ്രത്യേക തരത്തിൽ
മറ്റ് പല നിയന്ത്രണങ്ങളും അതിൻ്റെ സാമ്പത്തികമായിട്ടുമൊക്കെ തന്നെ അതിൻ്റെ പ്രൊഡ്യൂസർമാർ വരിഞ്ഞു മുറിക്കുകയും മറ്റു ചില ഭീഷണികൾ മറ്റ് പല തലങ്ങളിലൂടെയും ഏർപ്പെടുത്തിക്കൊണ്ടുമൊക്കെ ഒരുതരം സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന തരത്തിലേക്ക് അതിനെ ആ സെൻസർഷിപ്പിലേക്ക് അവരെ കൊണ്ട് തന്നെ നയിപ്പിക്കുന്ന തരത്തിൽ വളരെ പ്രത്യേകമായൊരു രീതി നമ്മൾ കാണുകയുണ്ടായി. ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു കോടതിയോ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ അതിൻ്റെ പ്രൊഡ്യൂസർമാർ തന്നെ മുമ്പിലേക്ക് വന്ന് ഞങ്ങൾ ഇത്രയും കട്ടുകൾ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുകയും അത്തരത്തിൽ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നത് നമ്മൾ കണ്ടു. അത് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നിർമ്മാതാക്കളെ എത്രത്തോളം കുറ്റപ്പെടുത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുള്ള ആളാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ എല്ലായിടത്തും ഉണ്ടായിട്ടുള്ളതുപോലെ മൂലധനത്തിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച് സിനിമ പോലെ ഇത്രയും അധികം മൂലധനം ആവശ്യമുള്ളൊരു മേഖലയിൽ അത് സാധിക്കാത്ത വിധത്തിൽ കൃത്യമായും കൂടുതൽ സാധാരണക്കാരൻ്റേതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതിൻ്റെ ഒരു നമ്മൾ പറയും ക്രൗഡ് ഫണ്ടിങ് ഒക്കെ നടത്തി സിനിമകളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു കാലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇതൊന്നും നടക്കാത്ത തരത്തിൽ സിനിമയെ ഏതെല്ലാം തരത്തിലാണ് ഇവിടുത്തെ കോർപ്പറേറ്റുകൾ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് എന്നുള്ളതിന് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അനുഭവം കൂടിയുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞൊരു 2 വർഷം മുൻപ് ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു OTT പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് അവർ 5 വെബ് സീരീസ് ചെയ്യാൻ വേണ്ടി 5 ഡയറക്ടേഴ്സിനെ എടുത്തതിൽ ഒരാൾ ഞാനായിരുന്നു. അതിൻ്റെ ഫൈനൽ റൗണ്ട് പിന്നെ സൈൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഫൈനൽ ഡിസ്കഷനിൽ വെച്ചിട്ട് എറണാകുളത്ത് വെച്ചിട്ട് നടന്നപ്പോൾ അവർ ഇതിന് മുമ്പായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ അവർ അവരുടേതായിട്ടുള്ള നിബന്ധനകളൊക്കെ വെച്ചുകൊണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പോലെ ഒരു സംഗതി നമ്മുടെ കയ്യിൽ തന്നു. അപ്പോൾ അന്നത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ അതിശയം തോന്നുമായിരുന്നു. ഇതെങ്ങനെയാണ്, ഏത് തരത്തിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള അവസ്ഥകളിൽ നിലനിൽക്കുന്ന ഒരു ബഹുസ്വരതയെ അവരിങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് അത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് തരത്തിൽ അവർ കലയിലേക്കും സംസ്കാരത്തിലേക്കും വളരെ കൃത്യമായി സന്നിവേശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും അത് ഏത് തരത്തിൽ അതിൻ്റെ ടൂൾസായിട്ട് അവരുടെ ചില നിശ്ചയിക്കലുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം ഞാൻ അന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് ഇത് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഇപ്പോൾ ഈ നിമിഷം പോലും എനിക്കത് പറയുമ്പോൾ വലിയ അഭിമാനമുണ്ട്. കാരണം അവർ പറയുന്ന ആ കണ്ടീഷൻസിൽ എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് ഞാൻ. പിന്നീടും ഇതിപ്പോൾ ഇമ്രാനെ മുൻനിർത്തി തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ NS മാധവേട്ടൻ എഴുതിയൊരു കഥ വായിച്ചിട്ട് വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ വിളിക്കുകയും അത് എനിക്ക് സിനിമ ചെയ്യണമെന്ന് പറയുകയും എൻ്റെ സുഹൃത്ത് ഗൾഫിൽ നിന്ന് അവൻ ഈ കഥ തന്നെ വായിച്ച് ഞാൻ അയച്ചു കൊടുത്ത് ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു നിർമ്മാണത്തിലേക്ക് അവൻ കടന്നു വരാമെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ആദ്യ റൗണ്ട് ഡിസ്കഷൻ നടന്ന സമയത്ത് അതിൽ ഒരു യാത്രക്കാരനൊരു തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് ജാറിനകത്ത് ഒരു ഇറച്ചി കഷ്ണം പോലൊരു സംഗതിയും കൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഇയാളുടെ അടുത്ത് ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരാൾ അത് കാണുകയും അത് ബീഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയുള്ള ചർച്ചകളൊക്കെ വളരെ ഭീതിതമായ തരത്തിലേക്ക് അത് മാറുകയും ഇവർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അയാളെ പിടിച്ച് ഇട്ട് വളരെ ക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ക്ലൈമാക്സിലേക്കൊക്കെ പോയിട്ട് ആ ഒരു ഘട്ടത്തിലാണ് അയാളത് പറയുന്നത്. അയാളുടെ അമ്മയുടെ സ്തനാർബുദം ബാധിച്ച അമ്മയുടെ സ്തനത്തിൻ്റെ ഒരു ചെറിയൊരു കഷണം ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന അത് വളരെ തിരക്കിട്ട് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് പോകുന്നൊരു സംഗതിയാണ്. അങ്ങനെ ഇതിൻ്റെ ഒരു ക്ലൈമാക്സിൽ ഈ കഥയുടെ ഒരു അവസാന ഭാഗത്തിൽ ഇത് നിലത്ത് വീണ് പൊട്ടിയിട്ട് ഒരു നായ ഈ കഷണം കടിച്ച് തിന്നാൻ ശ്രമിക്കുന്ന ഒരു രംഗത്തിലാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ എന്നോട് അന്ന് മാധവൻ ചോദിച്ചു, ഈ കഥ ചെയ്താൽ എന്താകും അവസ്ഥ എന്ന് അറിയാമോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ എൻ്റെ ഫസ്റ്റ് റൗണ്ട് ഡിസ്കഷൻസ് നടക്കുന്ന സമയത്ത്. പക്ഷേ പിന്നീട് എനിക്കത് എൻ്റെ നിർമ്മാതാവിനോട് പറഞ്ഞ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഇങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ പിന്മാറുകയും അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഏതെല്ലാം തരത്തിൽ എമ്പുരാന് ചെയ്യേണ്ടി വന്ന തരത്തിലുള്ള സെൻസർഷിപ്പുകൾ പിൽക്കാലത്ത് അല്ലെങ്കിൽ ഈ കാലത്തും ഒരുപാട് സിനിമാ സംവിധായകർ അത് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം എൻ്റെ തന്നെ കഴിഞ്ഞ സിനിമ ഞാൻ സിജു വിൽസനെ വെച്ച് ചെയ്ത പഞ്ചവത്സര പദ്ധതിയൊക്കെ ഒന്ന് പാസ്സാക്കി കിട്ടാൻ വേണ്ടി ശരിക്കും ഒരു സെൻസർ ബോർഡിൻ്റെ മുമ്പിൽ പടവെട്ടേണ്ടി വന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ അത് പറയുമ്പോൾ അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ളൊരു സിനിമയായിരുന്നു എങ്കിൽ പോലും അത്തരമൊരു സിനിമയിലെ ചില പ്രതീകാത്മകമായി നമ്മൾ ഉപയോഗിച്ച ചില കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി പറയുകയും അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തർക്കിക്കുകയും ഒക്കെ ചെയ്ത് വളരെ അപൂർവം ചില ഇത്തിരി കോമൺ സെൻസൊക്കെ ഉള്ള ഒരാളുണ്ടായതുകൊണ്ട് മാത്രം വലിയ കട്ട്സൊന്നും ഇല്ലാതെ രക്ഷപ്പെടുകയും ചെയ്തൊരു പടമായിരുന്നു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു വരുന്നത് എൻ്റേതൊരു ചെറിയ സിനിമയായിരുന്നു. എമ്പുരാൻ പോലെ ഇത്രയും വലിയ മൂലധനമൊക്കെ ഉള്ള ആവശ്യമുള്ളൊരു സിനിമയ്ക്ക് അത് സാധിക്കാതെ വരും എന്നുള്ളത്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കണം, ഒറ്റ കാര്യം കൂടി പറഞ്ഞു തീർക്കാം. നമ്മൾ ഇത്തരം വിഷയങ്ങൾ സമീപിക്കുമ്പോൾ എല്ലായ്പ്പോഴും അവസാനമായിട്ട് നാം എത്തിച്ചേരുന്നത് മൂലധനത്തിൻ്റെ വളരെ അത് നിയന്ത്രിതമായ അല്ലെങ്കിൽ വളരെ വിവേചനപരമായിട്ടുള്ള അതിൻ്റെ ഉപയോഗത്തിലേക്ക് തന്നെയാകും. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം
ആത്യന്തികമായി സിനിമ ഇത്തരത്തിലുള്ള ഏത് തർക്കത്തെ നേരിടുമ്പോഴും നമ്മളൊരു കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഏത് കോടതിയിലാണ് നമ്മൾ ആരോടാണ് നമ്മൾ ഇക്കാര്യങ്ങൾ പറയേണ്ടതെന്ന് പറയുന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെ ഇരിക്കുന്നത് ആരാണ്? കൃത്യമായൊരു ബ്രാഹ്മണിക് എന്ന് നമ്മൾ പറയാവുന്ന ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തെ നിങ്ങൾ ഇത്തരം ഒരു വിഷയവുമായി കൊണ്ടുചെന്ന് എങ്ങനെയാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്? നമുക്കറിയാം DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ അടുത്ത് റിട്ടയർ ചെയ്ത നമ്മുടെ ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ പിതാവ് YV ചന്ദ്രചൂഡ് എന്ന് പറയുന്ന വേറൊരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും മുംബൈ ഹൈക്കോടതിയിലേക്ക് ഈ മുംബൈ ഹൈക്കോടതിയിൽ അന്ന് പ്രവർത്തിക്കുന്ന ബ്രാഹ്മണരായ ജഡ്ജിമാരുടെ ലിസ്റ്റ് ചോദിച്ചുകൊണ്ടൊരു കത്തെഴുതിയെന്ന് കാരാവൻ്റെ ഒരു റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിലേക്ക് പ്രൊമോഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണരായ ജഡ്ജിമാർ, മുംബൈ ഹൈക്കോടതിയിൽ അന്ന് പ്രവർത്തിക്കുന്ന ജഡ്ജിമാരെ ലിസ്റ്റ് ചോദിച്ച ഒരു ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെ നിലനിൽക്കുന്ന ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിനകത്താണ് നിങ്ങൾ എല്ലാ സാമൂഹ്യ അവസ്ഥയുടെയും റെപ്രസെൻറ്റേഷൻസൊക്കെ ആവശ്യമുള്ള തരത്തിലുള്ള പ്രമേയങ്ങളും മറ്റ് അതിൻ്റെ ആഖ്യാനങ്ങളും ഒക്കെ നിർവഹിക്കാൻ പ്രാപ്തമായ, അതിന് ശ്രമിക്കേണ്ടുന്ന, ബഹുസ്വരതയെ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു മീഡിയ, ഏറ്റവും ജനകീയമായ ഒരു മീഡിയയ്ക്ക് വേണ്ടി നിങ്ങൾ നിയമത്തിൻ്റെ പരിരക്ഷ ചോദിച്ച് ചെല്ലേണ്ടതെന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ജഡ്ജിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് തിരുപ്പതിയിൽ പോയിട്ട് അല്ലെങ്കിൽ ചിദംബരത്ത് പോയിട്ട് തലമുട്ടയടിക്കുന്ന മനുഷ്യരെക്കാൾ അപ്പുറത്ത് ആദ്യമായിട്ടൊരു ഇന്ത്യ ഒരു രാജ്യത്ത് താനൊരു ജഡ്ജിയായി സ്ഥാനമേൽക്കുന്നതിന് മുൻപ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ചേരി സന്ദർശിക്കണം എന്നുകൂടെ തോന്നാൻ കഴിയുന്ന തരത്തിലുള്ള ജഡ്ജിമാർ ഉണ്ടാവുന്ന കാലത്തെ ഇത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് നിയമപരമായിട്ട് ചെല്ലാൻ ഒരു ധൈര്യമെങ്കിലും വരൂ എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ഇതും കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ മൂലധനത്തിനെ കുറിച്ചുകൂടിയുള്ള വളരെ ക്രിയാത്മകമായ ചർച്ചയും ഒരൊറ്റ പോയിന്റ് അത് പറയാതെ കംപ്ലീറ്റ് ആവുന്നില്ല. അതുകൊണ്ട് ഒരൊറ്റ മിനിറ്റ് കൂടെ എടുത്തിട്ട് ഞാൻ നിർത്തുകയാണ്. നമ്മളിതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയമായ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ഗംഭീരമായിട്ട് സാമൂഹ്യ നീതിക്ക് വേണ്ടി നടപ്പിലായ VP സിംഗിൻ്റെ കാലത്ത് നടപ്പിലായ ഒരു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്ന കാലത്ത് അത് എതിർത്ത് തോൽപ്പിക്കപ്പെട്ടത് 2 ആംഗിളുകളിലാണ്, 2 തലങ്ങളിലാണത് നിർവഹിക്കപ്പെട്ടത്. ഒന്ന്, ഏറ്റവും വർഗീയമായ ഒരു രാഷ്ട്രീയ ബോധം നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടാക്കുകയും ഒരു അപരമതത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്തുകൊണ്ട് ജനങ്ങളെ, ഹിന്ദുക്കളെ മറ്റൊരു മതത്തെക്കുറിച്ചുള്ള ഭീതി ജനിപ്പിച്ചുകൊണ്ട് അവർക്കെതിരെ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടി അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്ര എന്ന് പറയുന്നത് അത്തരത്തിലൊരു മൂവ്മെൻ്റായിട്ട് മാറി നിന്നപ്പോൾ മറ്റൊരിടത്ത് നടന്നത്, ഇവിടെ ഏറ്റവും സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏറ്റവും താഴെ കിടക്കലുള്ള മനുഷ്യർക്ക് ചെല്ലുമായിരുന്ന സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും അവസരങ്ങളുടെയും പ്രാതിനിധ്യത്തെ ഉദാരവൽക്കരണം എന്ന് പറയുന്ന ഒരു പണമൊഴുക്കൽ കൊണ്ട് അതെവിടെ നിന്നാണോ പോകേണ്ടിയിരുന്നത് അവരിലേക്ക് തന്നെ തിരിച്ച് പമ്പ് ചെയ്യുന്ന ഒരവസ്ഥ നിർവഹിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സാമ്പത്തിക പ്രക്രിയയും കൂടി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന എല്ലാത്തിൻ്റെയും സിനിമ അടക്കമുള്ള മേഖലകളിലെല്ലാം അതിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൂലധനത്തെ നിയന്ത്രിക്കപ്പെട്ടത് എന്നുകൂടി നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ആഖ്യാനത്തിലോ വ്യാഖ്യാനത്തിലോ മാത്രമാണ് നമുക്ക് ഇത്തരം വിഷയങ്ങളെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലാതെ വളരെ ഒരു ഏകതാന സ്പർശിയായ ഒരു കാഴ്ചപ്പാടോടുകൂടി കേവലമായൊരു സിനിമ അത് എത്ര കമേഴ്ഷ്യലായാലും ശരി അത് ഒരു വിഷയത്തെ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നമുക്ക് അത്തരം ഒരു സിനിമയെ ജഡ്ജ് ചെയ്യുന്നതിന് അപ്പുറത്ത് ഇതിന് ഈ മൂലധനം അടക്കമുള്ള വിഷയങ്ങൾ അതേത് തരത്തിൽ ഉപയോഗിക്കപ്പെടണമെന്നുള്ളതിനെ മുൻനിർത്തിക്കൊണ്ട് അവിടെ ഏൽക്കേണ്ടി വരുന്ന നിയന്ത്രണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കൊഷാറ് പോലെയൊക്കെയുള്ള പണ്ട് ഹിറ്റ്ലറുടെ കാലത്ത് ഹിറ്റ്ലർ കൊഷാറ് എന്ന് പറയുന്ന ജൂതരുടെ പരിപാടി നിർത്തിയത് അത് നിരോധിച്ചുകൊണ്ടല്ല, മറിച്ച് അത് പറ്റാത്ത തരത്തിൽ മൃഗസ്നേഹത്തെ മുൻനിർത്തിക്കൊണ്ടൊരു നിയമം കൊണ്ടുവന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെയാണ്, അതായത് ചായ കുടിക്കാൻ ഈ നമ്മളെ നാളെ നിരോധിക്കേണ്ടതില്ല, അതിന് പകരം ചായല അല്ലെങ്കിൽ തേയില ഇല്ല കിട്ടാതെ വരുന്നൊരവസ്ഥ ഉണ്ടാക്കിയാൽ മതി. അതൊരു ഫാഷിസത്തിൻ്റെ ഒരു രീതിയാണ്. ഈ രീതിയെ കലയിലും നമുക്ക് പ്രതിരോധിച്ച് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കതുകൊണ്ട് നമ്മുടെ ഒരു മനസ്സിലുള്ള അത്തരത്തിലുള്ള പ്രതിരോധത്തിൻ്റെ ഒരു ചുവന്ന നക്ഷത്രത്തെ അണയാതെ സൂക്ഷിക്കാം. നമ്മൾ ശ്രമിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനവും ആ നക്ഷത്രത്തെ ചുവപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഹാരിഫ ടീച്ചർ 2 വാക്ക് സംസാരിക്കും. പല സംഘടനകളിൽപ്പെട്ട ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, അവരാരും സംസാരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഹാരിഫ ടീച്ചർ 2 വാക്ക്. വേദിയിൽ സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, പറയാനുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നമ്മുടെ ഉദ്ഘാടകനും അതിനുശേഷം സംസാരിച്ചവരുമൊക്കെ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇനി ഉയർത്താൻ പോകുന്ന ഈ ജ്വാല, നമ്മൾ കത്തിക്കാൻ പോകുന്ന ഈ ജ്വാല, അതിനെ ഏറ്റവും
ജ്വലിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും തീർച്ചയായിട്ടും ലൈബ്രറി കൗൺസിൽ മുന്നിലുണ്ടാവും എന്ന് തന്നെയാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ വൈവിധ്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വൈവിധ്യം തന്നെയാണ്. വിവിധ ഭാഷകളും വിവിധ ആചാരങ്ങളും വിവിധ വേഷങ്ങളും ഒക്കെയുള്ള ഇന്ത്യക്കാർ. അത് ഇല്ലാതാക്കാൻ ഉള്ള വലിയൊരു ശ്രമമാണ്. ആ വൈവിധ്യമാർന്ന ശബ്ദങ്ങൾ ഇല്ലാതാവണം. ഒറ്റ ശബ്ദമായിട്ട് ഇന്ത്യയുടെ ശബ്ദം മാറണം. ഒരേ രീതിയിലേക്ക് അതെത്തണം എന്നതാണ് ഫാസിസ്റ്റുകളുടെ ചിന്താഗതി. അതിനെ ഒതുക്കി തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ചരിത്രത്തെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നതും ശാസ്ത്രബോധം ഇല്ലാത്തൊരു ജനതയെ സൃഷ്ടിക്കാൻ വേണ്ടി അന്ധവിശ്വാസങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതും NCERTയുടെ സിലബസ് അടക്കം മാറ്റിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുകയാണ്. ഫാസിസ്റ്റുകളുടെ ഒരു വലിയ മുന്നേറ്റം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ശ്രീ നമ്പിനാരായണൻ സാർ പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ കേരളത്തിലും അത് വരുന്നില്ല എന്നൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. തീർച്ചയായിട്ടും അത് വന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത്. അതിനെതിരായി ഒറ്റക്കെട്ടായി നമുക്ക് പൊരുതാം. അതിൻ്റെ ഏറ്റവും മുന്നിലായി തന്നെ ലൈബ്രറി കൗൺസിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് നിർത്തട്ടെ. രാവണേട്ടൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജസ്റ്റിസ് ലോയയുടെ ദുർമരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കവിത എഴുതുന്നത്. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഗുജറാത്തിലെ ഒരു കൊലക്കേസിൽ പ്രതിയായിരുന്നു. ആ പ്രതി കോടതിയിൽ ഹാജരാവാറില്ല. ഇത്ര ദിവസത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാവണം എന്ന് സമൻസ് പുറപ്പെടുവിക്കുകയാണ് ജസ്റ്റിസ് ലോയ ചെയ്തത്. ആ തീയതിക്ക് മുമ്പ് ദുരൂഹമായ സാഹചര്യത്തിൽ ജസ്റ്റിസ് ലോയ മരണമടഞ്ഞു. പിന്നീട് ജസ്റ്റിസ് ലോയയ്ക്ക് ശേഷം വന്ന ജസ്റ്റിസ് അമിത്ഷായെ കുറ്റവാളി അല്ലെന്ന് കണ്ട് കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ എഴുതിയൊരു കവിതയാണ് പച്ചമാംസം കത്തുന്ന മണങ്ങൾ. ഒന്ന്, ജസ്റ്റിസ് ലോയൽ. ലോയൽ ടു ജസ്റ്റിസ് എന്നറിയപ്പെടുന്ന ന്യായാധിപൻ സ്വന്തം മുറിയിൽ പാതിരാവിൽ ഒറ്റയ്ക്ക് ഇരുട്ടിൽ നോക്കിയിരിക്കുന്നു ഉറക്കമറ്റ്. കൺമുൻപിൽ കബന്ധങ്ങൾ ഒഴുകി നടക്കുന്നു. തീയിലെറിയപ്പെട്ട തലകളുടെ പൊട്ടിത്തെറിക്കൽ, നിലവിളികളുടെ കൊടുങ്കാറ്റ്. ലോയൽ ടു ജസ്റ്റിസ് പേന തുറക്കുമ്പോൾ സ്വന്തം മുറിയിൽ പെയ്ത് നിറയുന്നത് മനുഷ്യപ്പുഴുക്കളുടെ നിലവിളിക്കുന്ന ചോര. നീതി ചെയ്യാൻ ശക്തിയുണ്ടാകണേ എന്നതായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏക പ്രാർത്ഥന. എവിടെ നിന്നൊക്കെയോ മനുഷ്യമാംസം കരിയുന്ന മണം വന്നു കുമിയുന്നു. അദ്ദേഹം കണ്ണു തുറക്കുന്നു, ശബ്ദിക്കാൻ ശ്രമിക്കുന്നു, വിരൽ ചൂണ്ടുന്നു. 2, സ്വാഭാവികം. അസാധാരണമായിട്ടൊന്നുമില്ലാത്തതായിരുന്നു. ആരോ മധുരമായി വീണ വായിച്ചുകൊണ്ടിരുന്നു. തെരുവിലും മുറ്റത്തും ഇറയത്തും അകത്തും നിഴലുകൾ നിഴലുകൾ നിഴലുകൾ. ആ ന്യായാധിപൻ്റെ ദാരുണാന്ത്യം തികച്ചു സ്വാഭാവികം, ശാന്തം, സുന്ദരം. ദുരൂഹമരണം എന്ന് അതിനെ ആരും അടയാളപ്പെടുത്തിയില്ല. ഇന്നത്തെ കാലത്ത് അയാളുടെ ജീവിതമായിരുന്നു വാസ്തവത്തിൽ ദുരൂഹം. നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്ന വിഡ്ഢിത്തം ഇക്കാലത്ത് ഇയാളല്ലാതെ വല്ലവരും ചെയ്യുമോ? 3, പരക്കൽ. വേറൊരിടത്ത് വേറൊരു ന്യായാധിപൻ വേറൊരു പേന തുറക്കുന്നു. പൊടുന്നനെ മാംസക്കരിയുന്ന മണം വന്ന് പൊതിയുന്നു. ന്യായാധിപൻ പേന താഴെ വെച്ച് ആലോചിക്കുന്നു. കൈ കഴുകി, മൂക്ക് കഴുകി, വെളുവെളുത്ത തൂവാല കൊണ്ട് തുടയ്ക്കുന്നു. 4, നാട്ടുനടപ്പ്. പലയിടങ്ങളിലിരുന്ന് പല ന്യായാധിപർ പല പേനകൾ തുറക്കുന്നു. മാംസം കരിയുന്ന മണം പരക്കുന്നു. വിസിൽ ശബ്ദം കേട്ടെന്ന പോലെ ഒട്ടും ആലോചിക്കാതെ ന്യായാധിപർ പേന താഴെ വെച്ച് കൈ കഴുകുന്നു, സുഗന്ധലേപനം പുരട്ടുന്നു, മന്ദസ്മിതത്തോടെ പുറത്തിറങ്ങുന്നു. 5, പരന്ന് പരന്ന് പരന്ന്. മാംസം കരിയുന്ന മണം എല്ലായിടവും പരന്നു കഴിഞ്ഞു.
ന്യായാധിപർ സ്വന്തം കയ്യിലെ സുഗന്ധം മണപ്പിച്ച് പുഞ്ചിരിക്കുന്നു. കനത്ത നിശബ്ദത, പരമശാന്തത, ശുഭം. സെലിബ്രേഷൻ ഓഫ് ഡെമോക്രസി എന്ന ഈ കൂട്ടായ്മയുടെ ഒരു ജില്ലാതല കമ്മിറ്റി രൂപീകരണമാണ്. ഇതിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ് സച്ചിദാനന്ദ മാഷ് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. അദ്ദേഹത്തെ ചെയർമാനായി സജസ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ സെക്രട്ടറി എന്ന രീതിയിൽ ഡോക്ടർ എം.എൻ. വിനയകുമാറും മറ്റ് ഭാരവാഹികളെക്കുറിച്ച് കമ്മിറ്റിയെക്കുറിച്ച് ഡോക്ടർ എം.എൻ. വിനയകുമാർ പാനൽ വയ്ക്കും. ഇതിൻ്റെ രക്ഷാധികാരികളായിട്ട് വി.കെ. ശ്രീരാമൻ, പി.ടി. കുഞ്ഞു മുഹമ്മദ്, അശോകൻ ചെരുവിൽ, കെ.വി. അബ്ദുൽ ഖാദർ, ആരിഫ് ഹാബി ടീച്ചർ. ചെയർമാൻ സച്ചിദാനന്ദൻ. വൈസ് ചെയർമാൻമാരായിട്ട് ഡോക്ടർ സി. രാവുണ്ണി, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, വിശ്വഭദ്രാനന്ദ ശക്തിബോധി, അഡ്വക്കേറ്റ് വി.ഡി. പ്രേംപ്രസാദ്, ശ്രീലത വർമ്മ, കെ.പി. സലീന, പ്രിയനന്ദനൻ, ശരത് പ്രസാദ്, പി. തങ്കൻ ടീച്ചർ, ഡോക്ടർ ഡി. ഷീല, ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി. ജനറൽ കൺവീനർ എം.എൻ. വിനയകുമാർ. കൺവീനർമാരായിട്ട് പി.ജി. പ്രേംലാൽ, കെ.എസ്. സുനിൽകുമാർ, ജിഷ്ണു സത്യൻ, ആർ.എൽ. ശ്രീലാൽ, വി. മുരളി, കെ. രാമചന്ദ്രൻ, രേണു രാമനാഥ്, ഡോക്ടർ ജോഫി സി.എഫ്., ഡോക്ടർ കെ.ജി. വിശ്വനാഥൻ, കെ.വി. ഗണേഷ്, നാരായണൻ കോലരി. ഇനി ഇതിൻ്റെ കൂടെ ഒരു നിർവാഹക സമിതി കൂടി രൂപപ്പെടുത്തുന്നത് മറ്റ് ഇതിന് ഉൾപ്പെട്ടിട്ടുള്ള സംഘടനകളുമായിട്ട് ആലോചിച്ച് അത് നമ്മൾ ഉടനെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് വന്നു ചേർന്നിട്ടുള്ള എല്ലാവരുടെയും ഫോൺ നമ്പറും പേരും നമ്മുടെ കൈവച്ചുകൊണ്ട് ഇവർ അടങ്ങുന്ന ഒരു ജനറൽ കമ്മിറ്റിയാണ് ഈ ഭാവിയിലെ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുക എന്നുകൂടി അറിയിക്കുന്നു. ഇത് അംഗീകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇത് അംഗീകരിച്ചതായി കരുതുന്നു. നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ കെ.ജി. വിശ്വനാഥൻ ക്ഷണിക്കുന്നു.